കഥായനം. കഥകളുടെ മായാപ്രപഞ്ചത്തിലേക്ക്. കഥായനത്തിൽ ഇന്ന് ഷീജ ശിവദാസ് എഴുതിയ ചെറുകഥ കേൾക്കാം. കഥാവതരണം സരസ്വതി പത്മനാഭൻ. ചെറുകഥ ഒറ്റ നക്ഷത്രം. സാവിത്രിക്കുട്ടി അന്ന് പതിവിലും നേരത്തെ ഉണർന്നു. കിടക്കയിൽ തന്നെ ഇരുന്ന് അല്പനേരം കണ്ണടച്ച് പ്രാർത്ഥിച്ചു. നല്ല തുളസിയിലയിട്ട് കാച്ചിയ എണ്ണ തേച്ച് കുളിച്ചു. പതിവില്ലാതെ ഒരു മൂളിപ്പാട്ട് ചുണ്ടിൽ തത്തിക്കളിച്ചു. ഈറൻമുടി തുമ്പ് കെട്ടിയിട്ടു. കണ്ണാടിയിൽ ഒരിക്കൽ കൂടി ഒന്ന് നോക്കി. സുന്ദരിയാട്ടോ. സ്വയം ഒന്ന് പുഞ്ചിരിച്ചു. പൂജാമുറി ലക്ഷ്യമാക്കി നടന്നു. വീട്ടിൽ ആരും ഉണർന്നിട്ടില്ല. പുറത്ത് ധനുമാസത്തിലെ കൊടും തണുപ്പിൽ ഇലത്തുമ്പുകളിൽ നിന്നും മഞ്ഞുതുള്ളികൾ നിലത്തേക്ക് വീഴുന്ന ശബ്ദം മാത്രം. ആകെ നിശബ്ദത. അല്ലെങ്കിൽ ഇന്ന് പതിവിലും നേരത്തെ താൻ ഉണർന്നല്ലോ. ഇന്നലെ തന്നെ വിനോദിനോട് കാര്യം മയത്തിൽ അവതരിപ്പിച്ചിരുന്നു. ദൂരെയുള്ള അമ്പലത്തിൽ പോണം. ആരും കൂടെ വരണ്ട, തനിച്ചു പൊയ്ക്കോളാം. വെറുതെ അവരുടെ ജോലിയും കുട്ടികളുടെ ക്ലാസ്സും കളയണ്ടല്ലോ. ആദ്യം വിനോദ് സമ്മതിച്ചില്ല. പിന്നെ ലീവ് കിട്ടില്ല. ധാത്രിയമ്മയുടെ മുഖത്തെ ധൈര്യം അവനെ മയപ്പെടുത്തി. അമ്മ തീരുമാനിച്ചോ? വെക്കേഷന് പോയാൽ പോരെ? വിനോദിൻ്റെ ചോദ്യം തടഞ്ഞുകൊണ്ട് മറുപടി വേഗം തന്നെ എത്തി. പോരാ, കുറച്ച് നാളായി വിചാരിക്കണം. എനിക്ക് ഒറ്റയ്ക്ക് പറ്റൂല്ലോ. പിന്നെന്താ കുട്ടിയെ? തൻ്റെ മുഖത്തെ നിശ്ചയദാർഢ്യം കണ്ടിട്ടാവണം. പിന്നെ അവനൊന്നും പറഞ്ഞില്ല. ഗീതുമോളും തടയാൻ നോക്കി. നമുക്കൊരുമിച്ച് പിന്നെ ഒരു ദിവസം പോകാമേ? വേണ്ട മോളെ, ഇപ്പോൾ ഞാൻ പോവാ. പിന്നീട് ഒരിക്കൽ ഒരുമിച്ച് പോവാട്ടോ. ഗൗരിയും ഗൗതമും ഓടിയെത്തി. അച്ഛമ്മേ, ഞാനുണ്ട്, ഞാനും. രണ്ടാളും ചിണുങ്ങി. രണ്ടാളെയും ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ നൽകി. സ്കൂളിൽ പോണ്ടേ അപ്പൂ? പരീക്ഷയല്ലേ? അച്ഛമ്മ പിന്നെ കൊണ്ടുപോവാട്ടോ. അവരും പിൻവാങ്ങി. പിന്നെ ആകെ ഉത്സാഹത്തിലായിരുന്നു. ദീർഘയാത്രയാണെങ്കിലും കാര്യമായൊന്നും എടുത്തു വയ്ക്കാനില്ല. ഒരു ജോഡി ഡ്രസ്സും പിന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൊച്ചു പൊതിയും മാത്രം. ആ പൊതി നെഞ്ചോട് ചേർത്ത് എത്ര നേരം കണ്ണടച്ചിരുന്നു എന്നറിയില്ല. രാത്രിയിൽ ഉറങ്ങിയേയില്ല. മനസ്സ് കൊച്ചുകുട്ടികളെപ്പോലെ തിടുക്കം കൂട്ടുന്നു. എന്താണ് നേരം വെളുക്കാത്തത്? അക്ഷമയോടെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പൂജാമുറിയുടെ വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്നു. നിലവിളക്കിൽ 5 തിരിയിട്ട് കത്തിച്ചു. ഈശ്വരന്മാർക്ക് മുൻപിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചു. മക്കളെ കാത്തോളണേ. അറിയാതെ നെഞ്ചു നുലഞ്ഞു. കണ്ണുകളിൽ ഉറവ പൊട്ടി. വേഗം തൊഴുതു പുറത്തിറങ്ങി. ഭാഗ്യം, ആരും ഉണർന്നിട്ടില്ല. ഒരു യാത്ര പറച്ചിൽ, അത് വയ്യ. നിറഞ്ഞു വന്ന മിഴികൾ തുടച്ച് മെല്ലെ വാതിൽ ചാരി പുറത്തേക്ക് നടന്നു. എന്നും സ്വന്തം വണ്ടിയിലാണ് എവിടെയും പോകാറ്. ഇന്ന് വണ്ടി റെയിൽവേ സ്റ്റേഷൻ വരെ മതി. റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കി കൗണ്ടറിൽ ഇരുന്ന പരിചയക്കാരിയെ കീ ഏൽപ്പിച്ചു. മോൻ വാങ്ങിക്കോളൂ കേട്ടോ. വാങ്ങുന്നതിനിടയിൽ ചിരിയോടെ അവർ ചോദിച്ചു, എങ്ങോട്ടാ ഇത്ര രാവിലെ? ഒരിടം വരെ പോകാനുണ്ട്. ചെറിയ ബാഗ് തന്നോട് ചേർത്ത് പിടിച്ച് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ധൃതിയിൽ നടന്നു. അകലെ നിന്നും ട്രെയിൻ അടുത്തടുത്ത് വരുന്ന ശബ്ദം കേൾക്കാം. തിക്കിത്തിരക്കി തൻ്റെ ഇരിപ്പിടം കണ്ടെത്തി. തിക്കിയും തിരക്കിയും യാത്രക്കാർ ഇറങ്ങിക്കയറിയും വെറുതെ ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ ഇരിപ്പിടത്തിലിരുന്ന സാവിത്രിക്കുട്ടി ദീർഘനിശ്വാസമയച്ചു. അങ്ങനെ ഒരു പ്രത്യേക താളത്തിൽ പുലരിയുടെ നേർത്തു വരുന്ന ഇരുട്ടിനെ വകഞ്ഞുമാറ്റി വണ്ടി മുന്നോട്ട് കുതിച്ചു. ചുറ്റുമുള്ളവരെ ഒന്നും സാവിത്രിക്കുട്ടി കണ്ടില്ല. ചിന്തകളുടെ ലോകത്തായിരുന്നു. റെയിൽ പാളത്തിലുരസുന്ന ട്രെയിനിൻ്റെ ചക്രങ്ങളുടെ താളത്തേക്കാൾ വേഗതയേറിയ നെഞ്ചിടിപ്പുമായി പറഞ്ഞറിയിക്കാനാവാത്ത വികാര വിചാരങ്ങളുമായി സാവിത്രിക്കുട്ടി കണ്ണുകൾ ഇറുക്കിയടച്ചു. തീരാത്ത യാത്രയുമായി അസ്തമിക്കുന്ന ചക്രവാളത്തിൽ
ചുവപ്പ് രാശി വിതറി സൂര്യനും പടിയിറങ്ങി. മങ്ങിത്തുടങ്ങിയ സന്ധ്യയിലൂടെ തൻ്റെ യാത്ര തുടരുന്നു. ഇന്നത്തെ പകൽ യാത്രയാവുകയാണ്. ഇഷ്ടം തിരഞ്ഞും ശിഷ്ടം ചികഞ്ഞും യാത്ര തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. കടന്നു പോകുന്ന തെരുവീഥികളിൽ തിരക്കൊഴിഞ്ഞിട്ടില്ല. ചേക്കേറേണ്ട കൂടുകൾ ലക്ഷ്യമാക്കി മറ്റൊരു യാത്രയിലാണ് ആളുകൾ. ഇരുളുമൂടുന്ന പകലിനെ നോക്കി ജാലകത്തിനരികിൽ ഞാൻ വെറുതെ ഇരുന്നു. പതിയെ കാഴ്ചകൾ മറയുന്നു, ഇന്നലകളെപ്പോലെ. ചായ, കാപ്പി വിളി കേട്ടാണ് കണ്ണു തുറന്നത്. ട്രെയിൻ ഏതോ സ്റ്റേഷനിൽ നിർത്തിയിരിക്കുന്നു. ഒരു കാപ്പിയാവാം. ചൂടുള്ള ഒരു കാപ്പി വാങ്ങി മുത്തിക്കുടിക്കുന്നതിനുള്ളിൽ വീണ്ടും ചിന്തകൾ എന്നിൽ ചേക്കേറി. ആളുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ചിന്തകൾക്കൊപ്പം ഞാനും യാത്ര തുടങ്ങി. കുന്നിൻ ചെരുവിലെ പ്രതാപം വിളിച്ചോതുന്ന തറവാടും പടിപ്പുരയ്ക്കപ്പുറം നടപ്പാതയുടെ ഇരുവശത്തും വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടവും മഞ്ഞലയിൽ മുങ്ങിയ കൊച്ചു ഗ്രാമവും അമ്പലത്തിലെ ശംഖനാദത്തിൻ്റെയും പള്ളിമണിയുടെയും പവിത്രതയിൽ ഉണരുന്ന നാളുകൾ. അവിടെ പൂമ്പാറ്റയെപ്പോലെ പാറി നടന്ന പെൺകുട്ടി, എല്ലാവരുടെയും ഓമനയായ താത്രിക്കുട്ടി. കോളേജ് പഠനത്തിൻ്റെ നാളുകളിലാണല്ലോ ജീവിതമാകെ മാറിമറിഞ്ഞത്. മലയാളം അധ്യാപകനായ ജയദേവൻ മാഷിൻ്റെ ക്ലാസ് അന്നാരും കളയാറില്ല. മിടുക്കനായ അധ്യാപകൻ. എല്ലാവർക്കും അദ്ദേഹത്തോട് ആരാധനയായിരുന്നു. എനിക്കും. പാഠ്യേതര വിഷയമായി ആരും അറിയാതെ സുമുഖനും സുന്ദരനുമായ ജയദേവൻ മാഷും എൻ്റെ ഉള്ളിൽ ചേക്കേറി. ആരോടെങ്കിലും പറയാനുള്ള ഭയം മനസ്സിലുണർന്ന പ്രണയത്തെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നു. ആരോടെങ്കിലും എങ്ങനെ പറയും? സുഹൃത്തുക്കളോട് പോലും പറയാനുള്ള ധൈര്യമുണ്ടായില്ല. മാഷോടുള്ള പ്രണയം മുഴുവൻ മലയാളം എന്ന വിഷയത്തിൽ 100-ൽ 100 മാർക്ക് വാങ്ങി നിശബ്ദം ആ സ്നേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അവധിക്കാലമെത്തി. കരളുപിടയുന്ന നൊമ്പരത്തോടെ കലാലയത്തോട് വിട പറയുന്ന ദിനമെത്തി. വരാന്തയിലൂടെ പുറത്തേക്ക് നടക്കുമ്പോൾ സ്റ്റാഫ് റൂമിൽ നിന്നും ഒരു വിളിയെത്തി. സാവിത്രിക്കുട്ടി, ഒന്നിങ്ങ് വരൂ. ജയദേവൻ മാഷാണ്. സന്തോഷവും ഭയവും കൊണ്ട് ഹൃദയത്തെ അടക്കിപ്പിടിച്ച് അടുത്തേക്ക് ചെന്നു. മുഖവരയില്ലാതെ ചോദ്യം വന്നു. എന്താണ് അടുത്ത പരിപാടി? മറുപടി പറയാൻ വാക്കുകൾ കിട്ടാതെ ഞാൻ വിയർത്തു. തുടർ പഠനമോ അതോ കല്യാണമോ? ഞാനൊന്ന് ഞെട്ടി. കല്യാണം? മൗനമായി മനസ്സൊന്ന് തേങ്ങി. മിഴികൾ താഴ്ത്തി മൗനമായി നിന്നു. എടോ, തന്നെ ഞാൻ കെട്ടട്ടെ? ഞാൻ അന്താളിച്ചു. കേൾക്കാൻ കൊതിച്ചതാണെങ്കിലും മാഷിൻ്റെ ചോദ്യം വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു. നേരാണടോ, തന്നെ എനിക്കിഷ്ടമാണ്. തനിക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ചോദിക്കാനും പറയാനും അധികം ആരും എനിക്കില്ല. ഉണ്ടായിരുന്നത് അമ്മയാണ്. അമ്മയും വിട പറഞ്ഞിട്ട് 6 മാസമായി. അച്ഛനെ കണ്ട ഓർമ്മയില്ല. ഞാൻ തൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കാം. തൻ്റെ വീട്ടുകാർ സമ്മതിക്കുമോ? നിങ്ങൾ ആഠ്യത്വമുള്ള തറവാട്ടുകാരല്ലേ? മറുപടി ഉണ്ടായില്ല. നാട്ടുപ്രമാണിയായ അച്ഛനും സഹോദരങ്ങളും, ഒരേ ഒരു പെങ്ങൾ. ഒരിക്കലും നടക്കില്ല. മറുപടിയില്ലാതെ ഞാൻ മുഖം കുനിച്ചു നിന്നു. ഞാൻ വരും ചോദിക്കാൻ. അവർ സമ്മതിച്ചില്ലെങ്കിൽ താൻ വരുമോ എൻ്റെ കൂടെ? ഉമിനീരുറഞ്ഞ് കല്ലുപോലെ തൊണ്ടയിൽ തടഞ്ഞു നിന്നു. നിസ്സഹായതയോടെ ശരിയെന്നോ ഇല്ലെന്നോ ഉള്ള വിധത്തിൽ തലയാട്ടി. നാളുകൾ കടന്നുപോയി. പെണ്ണു ചോദിച്ചെത്തിയ മാഷെ അപമാനിച്ചിറക്കിയിട്ട ദിവസം. ആരും കാണാതെ ഇടവഴിയിലെ ചെമ്പരത്തിക്കാടിന് മറപറ്റി നിന്ന് വിളിച്ചു. മാഷേ! വേദന നിറഞ്ഞ ചിരിയോടെ മാഷ് വിളി കേട്ടു. ആ ഒരൊറ്റ നിമിഷം ജീവിതം ആകെ മാറിമറിഞ്ഞു. ഞാൻ വരാം. സകല പ്രതാപത്തെയും പിന്നിലേക്ക് മാറ്റി നിർത്തി ആ ധാവണിക്കാരി ജയദേവൻ മാഷിൻ്റെ കയ്യും പിടിച്ചു നടന്നു. സീത രാമൻ്റെ പുറകെ എന്നതുപോലെ ജനിച്ചു വളർന്ന വീടിനെയും വളർത്തിയവരെയും വിട്ട്. ഒറ്റയടിപ്പാത അവസാനിക്കുന്ന ആ കൊച്ചു വീട്ടിൽ അവരൊരു ലോകം സൃഷ്ടിച്ചു. നീണ്ട 25 വർഷം പിന്നിട്ടു. ഒരു കുഞ്ഞിക്കാല് തന്നില്ല ദൈവം. പ്രിയപ്പെട്ടവരുടെ ശാപമാവാം. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ
വിഷമമൊന്നും അറിയിച്ചിട്ടില്ല മാഷ്. മാഷിൻ്റെ ബന്ധുവിൻ്റെ മകനാണ് വിനോദ്. വിനോദിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചതിനാൽ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. ഒറ്റപ്പെട്ടു പോയ അവനെ മാഷ് കൂട്ടിക്കൊണ്ടുവന്നു നേരെ വീട്ടിലേക്ക്. വിനോദ് ഞങ്ങൾക്ക് മകനായി. പഠനം കഴിഞ്ഞ് ജോലിയും കിട്ടി. വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുമായി ഞങ്ങളുടെ കൂടെ തന്നെ. ഒരു ദിവസം ഉറക്കത്തിൽ തന്നെ ഈ ലോകത്ത് തനിച്ചാക്കി മാഷ് യാത്രയായി. ജീവിതത്തിലാകെ ഒറ്റപ്പെട്ടു പോയി. ഇനി എന്ത്? കാശി, രാമേശ്വരം, ഹരിദ്വാർ ഒക്കെ പോകണമെന്ന് പണ്ടേയുള്ള ആഗ്രഹമാണ്. ഇങ്ങനെയൊരു യാത്രയാണെന്നറിഞ്ഞാൽ വിനോദ് സമ്മതിക്കില്ല. തനിക്കുള്ള സ്വത്തെല്ലാം അവൻ എഴുതി വെച്ചു. എല്ലാ വിവരവും അടങ്ങിയ ഒരു കത്തെഴുതി ബെഡ്റൂമിൽ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ചിന്തകൾക്ക് വിരാമമിട്ടുകൊണ്ട് ട്രെയിൻ നിന്നു. സ്ഥലമെത്തിയിരിക്കുന്നു. പകൽ എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്നു. വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞില്ല. കൊച്ചു ബാഗ് മാറോട് ചേർത്തു. പതിയെ നടന്ന് വഴി ചോദിച്ച് ചിന്തകളുടെ ഭാരം ഇറക്കി വെച്ച് സ്വപ്നാടനത്തിൽ എന്ന പോലെ സാവിത്രിക്കുട്ടി നടന്നു. താത്രിക്കുട്ടിയെ, പേടിയുണ്ടോ തനിക്ക്? സ്നേഹം കൂടുമ്പോൾ മാഷ് അങ്ങനെയാണ് വിളിക്കാറ്. പേടിയില്ല മാഷേ. മാഷൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? സങ്കടമുണ്ടോ തനിക്ക്? ഇങ്ങനെ ചോദിക്കുന്നതാ മാഷേ എനിക്ക് സങ്കടം. മാഷല്ലേ എൻ്റെ ലോകം. സ്വപ്നത്തിൽ എന്നോണം പടിയിറങ്ങി. ഞെട്ടലോടെ സാവിത്രിക്കുട്ടി തിരിച്ചറിഞ്ഞു തൻ്റെ യാത്ര അവസാനിച്ചിരിക്കുന്നു. പാദങ്ങളിൽ തൊടുന്ന ഗംഗാജലത്തിൽ പ്രാർത്ഥനയോടെ നിന്നു. പിന്നെ പതിയെ വെള്ളത്തിലേക്ക് പടിക്കെട്ടുകൾ ഇറങ്ങി. ചന്ദനവും കുങ്കുമവും ചേർത്ത് തൊടുവിച്ച ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ആ മൺകുടം നെഞ്ചോട് ചേർത്തു പിടിച്ചു. സമയം സായം സന്ധ്യ. ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളോടും വിട പറഞ്ഞ് സൂര്യൻ യാത്രയാവുന്നു. പടിഞ്ഞാറുദിച്ച ആ ഒറ്റ നക്ഷത്രം കണ്ണു ചിമ്മിച്ചിരിച്ചു. ആശീർവാദമെന്ന പോലെ ശാന്തിമന്ത്രമുയരുന്ന അന്തരീക്ഷം. ഈ ലോകത്തിലെ ഒടുവിലത്തെ ശേഷിപ്പായി ആ കൊച്ചു മൺകുടം നെഞ്ചോട് ചേർത്ത് പിടിച്ച് 1, 2, 3. മൂന്നാമത് മുങ്ങിയ സാവിത്രിക്കുട്ടി പൊങ്ങി വന്നില്ല. ചെറിയൊരോളം അലയിളക്കി. പിന്നെ നിശബ്ദമായി. അങ്ങനെ നിലയില്ലാ ചുഴിയിലേക്ക് ഞാനും മാഷും ജീവിതത്തിലെന്ന പോലെ. അപ്പോഴും ആ ഒറ്റ നക്ഷത്രം കണ്ണു ചിമ്മിച്ചിരിച്ചു.